ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നിതാ കണ്ടോ, പുട്ടാണ്. പുട്ടേന്നും പറഞ്ഞുകൊണ്ട് നടക്കത്തില്ലേ, നമ്മുടെയൊക്കെ ഫേവറേറ്റ് ഭക്ഷണമല്ലേ പുട്ട്. അപ്പോൾ ഇതാ നോക്കിയാൽ എന്തൊക്കെ തരത്തിലുള്ള പുട്ടുകളൊക്കെയാണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇവിടെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൽ കൊണ്ടുള്ള പുട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് അവലോസ് പൊടി, അവൽ പായസം ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തേക്കാം, ഒന്ന് നോക്കിക്കോണേ. അപ്പോൾ ദേ ഇത്രയും അവലെടുത്തിട്ടുണ്ട്. ഇത് മൊത്തം പുട്ടിനൊന്നും അല്ലെന്നേ. എന്നാന്നറിയാവോ, ഇതൊക്കെ ഒന്ന് ഒരുമിച്ച് ഫ്രൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ, ഫ്രൈ ചെയ്ത് നമ്മളൊന്ന് പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി അവലോസ് പൊടിയൊക്കെ നനച്ചെടുത്ത് അപ്പോൾ തന്നെ ഉണ്ടാക്കി കഴിക്കാമല്ലോ. വലിയ പണിയുള്ള കേസൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എടുത്തിട്ട് ഒരുമിച്ചൊന്ന് ചൂടാക്കി എടുത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു 3-4 മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ നമ്മുടെ അവലൊന്ന് നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പകർത്തൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. വേണമെന്നുണ്ടെങ്കിൽ മറ്റു നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനെ നിരത്തി ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അവലൊക്കെ ഒന്ന് തണുത്ത് നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തോളാം. അതായത് 1-2 ഒരു കറക്ക് അത് മതി. വേണമെങ്കിൽ 1-3 കൂടെ ആവാം, അത്രയൊക്കെ മതി കേട്ടോ. അപ്പോൾ അതേ നോക്കിയേ, നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അരിപ്പൊടി പോലെ തന്നെ ഇരിക്കുന്നു. നമ്മുടെ അവലാണെന്ന് പറയേയില്ല. എല്ലാവരും ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ വന്നവരല്ലേ. അപ്പോൾ ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തോളാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി എണ്ണയൊക്കെ ആവാട്ടോ, രുചിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചേർത്തിട്ടില്ലെന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് അതിനെ നന്നായിട്ടൊന്ന് നനച്ച് എടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഈ നനച്ച് വെച്ച് എന്താ പറയുക, ഒരു 10 മിനിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം. പുട്ടുപൊടിയല്ലേ, ഒന്ന് കുതിർന്ന് വന്നോട്ടെ. എന്നിട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ ചിലപ്പോൾ കട്ടയായിട്ട് കിടപ്പുണ്ടാവും. അങ്ങനെ കട്ടയായിട്ട് ഈ കൈകൊണ്ട് തന്നെ പൊടിച്ച് കളയാൻ മടിയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരൊറ്റ കറക്കങ്ങ് കറക്കിയാൽ മതി. സംഭവം സെറ്റപ്പായിട്ട് കിട്ടും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ടാണെങ്കിലും ഇച്ചിരി മെനക്കെട്ട പണിയാന്നേ ഉള്ളൂ, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മളിവിടെ ചിരട്ടപ്പുട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇത്തിരി തേങ്ങയും പിന്നെ നമ്മുടെ പുട്ടുപൊടിയൊക്കെ വാരി വെച്ചിട്ട് എന്താ പറയുക, കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത്, വേണമെങ്കിൽ ഇച്ചിരി തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കാനേ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് എന്നാ പറയുക, അതൊന്ന് അടച്ച് വെച്ച് നമ്മുടെ കുക്കറിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആവി കയറി സംഭവം ദേ സെറ്റായിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒരൊറ്റ ഇടലായിട്ട്. അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ ഡും എന്നും പറഞ്ഞുകൊണ്ട് പൊട്ടി അങ്ങോട്ട് പോയിട്ടോ. എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല, നല്ല അടിപൊളി സെറ്റപ്പ് പുട്ടാണ്. അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണെന്നൊക്കെ ചിലപ്പോൾ ഓർക്കത്തുള്ളൂ. ഇത് അവലാണെന്നും ആരും അറിയാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്നാണെന്നറിയാവോ, കുറച്ച് അവൽ മിച്ചമൊക്കെ വന്നാലും യാതൊരു പ്രശ്നവും ഇല്ല. നമുക്ക് ഇങ്ങനെയൊക്കെ പരിപാടികൾ ഒപ്പിക്കാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ അതേ എനിക്കിഷ്ടം എന്നാണെന്നറിയാമോ, ഈ പുട്ടും കടലേക്കാനും ഇഷ്ടം. നല്ല പുട്ടും നല്ല പാളയും കൂടെ പഴമൊക്കെ കൂട്ടി നല്ല കുഴച്ചങ്ങോട്ട് കഴിക്കുന്നതാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ പുട്ടും കടലയൊക്കെ ആവാം പറയുന്നെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ ടാറ്റാ.